ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഉണ്ടാകട്ടെ. ഇന്ന് പ്രഭാതത്തിൽ ധ്യാന ചിന്തയ്ക്കായി പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രകാശനം എന്ന വചനം ഹബക്കൂക്കിൻ്റെ പ്രവചനം 3-ാം അധ്യായം അതിൻ്റെ 18-19 വാക്യം. എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ച് ഉല്ലസിക്കും. യഹോവയായ കർത്താവിൻ്റെ ബലമാകുന്നു, അവൻ എൻ്റെ കാൽ പേടമാൻ കാൽ പോലെ ആക്കുന്നു, ഉന്നതികളിന്മേൽ എന്നെ നടക്കുമാറാക്കുന്നു. ഹബക്കൂക്ക് ചില വിശ്വാസ പ്രഖ്യാപനങ്ങൾ ചെയ്യുന്ന അനേക വേദഭാഗങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. അതിൽ ചില പ്രഖ്യാപനങ്ങളാണ് നമ്മളിവിടെ വായിക്കുവാനിടയായിത്തീരുന്നത്. 17-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, അത്തിവൃക്ഷം തളിർക്കുകയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല, ഉലുമരത്തിൻ്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തുകളിൽ നശിച്ചു പോകും, ഗോശാലകളിൽ കന്നുകാലികൾ ഉണ്ടായിരിക്കുകയില്ല. എങ്കിലും എന്ന പദമാണ് ഹബക്കൂക്ക് അവിടെ ഉപയോഗിക്കുന്നത്. പഴയ നിയമ ഭക്തന്മാരെ സംബന്ധിച്ചോളം, പഴയ നിയമ വ്യക്തികളെ സംബന്ധിച്ചോളം അവരുടെ ധനങ്ങൾ എപ്പോഴും കണക്ക് കൂട്ടിയിരുന്നത് എത്ര മൃഗങ്ങളുണ്ട്, എത്ര കൃഷി, ഇത് രണ്ടുമായിരുന്നു അവരുടെ ധനം കണക്കാക്കുവാൻ ഉപയോഗിച്ചിരുന്നത്. അത് യോബിൻ്റെ പുസ്തകത്തിൽ നമുക്കത് വായിക്കാൻ പറ്റുന്നു. യോബിന് ഇത്ര ആടുണ്ടായിരുന്നു, കഴുത, തൻ്റെ മൃഗസമ്പത്ത്, കൃഷിസമ്പത്ത്, തൻ്റെ പുത്രസമ്പത്ത്, ഇതൊക്കെ ധനികമായ അവസ്ഥയെ ചിത്രീകരിക്കുന്നത്. ഇവിടെ ഹബക്കൂക്ക് പറയുന്ന 3 പ്രഖ്യാപനങ്ങൾ നമ്മൾ വായിച്ച വേദഭാഗത്തിലെ മാത്രം ഞാൻ എടുത്താൽ 3 പ്രഖ്യാപനങ്ങൾ. 1-ാമത്തെ പ്രഖ്യാപനം അദ്ദേഹം പറയുന്നത്, എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ച് ഉല്ലസിക്കും. എങ്കിലും എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ച് ഉല്ലസിക്കും. അതിൻ്റെ അർത്ഥം, ദൈവം എന്നെ രക്ഷിക്കുന്ന ദൈവമാണ്. ധനം എന്നെ രക്ഷിക്കത്തില്ല, അത് കുറഞ്ഞും കൂടിയും വരാം. മൃഗസമ്പത്ത്, കൃഷിസമ്പത്ത്, പുത്രസമ്പത്ത്, ഇതൊക്കെ നഷ്ടപ്പെട്ടു പോകാം, ചിലപ്പോൾ ഉണ്ടായെന്നിരാം. അതൊക്കെ ഫ്ലക്ച്വേറ്റ് ചെയ്യും. എന്നാൽ എൻ്റെ ഏതു സാഹചര്യത്തിലും എന്നെ രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൽ ഞാൻ ഘോഷിച്ച് ഉല്ലസിക്കും. അപ്പോൾ എൻ്റെ സന്തോഷം എന്നുള്ളത്, എൻ്റെ ഉല്ലാസം എന്നുള്ളത് എൻ്റെ ദൈവമാണ്. കാരണം അവൻ എന്നെ രക്ഷിക്കുവാൻ, എന്നെ വിടുവിക്കുവാൻ, ഹല്ലേലൂയ, എന്നെ സന്തോഷത്തിൽ നിലനിർത്തുവാൻ എൻ്റെ ദൈവം മതിയായവന്. അതാണ് അദ്ദേഹത്തിൻ്റെ വിശ്വാസ പ്രഖ്യാപനം. 3-ാം അധ്യായത്തിൻ്റെ സ്തോത്രം നമ്മൾ വായിക്കുമ്പോൾ ഏതാണ്ട് 27 ദൈവിക മഹാത്മ്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. 27 മഹാത്മ്യം. പ്രൈസ് ലോർഡ്. അത് 3-ാമത്തെ വാക്യം മുതൽ 15-ാമത്തെ വാക്യം വരെ 3-ാം അധ്യായം വായിക്കുമ്പോൾ ദൈവം തൻ്റെ ശക്തിയെ വെളിപ്പെടുത്തുന്ന, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, അനേക മേഖലകളെക്കുറിച്ച് പറയുന്നുണ്ട്. ചെറിയമായി സന്ദേശത്തിൽ അതെല്ലാം ഒന്നും എനിക്ക് പറയുവാനായിട്ട് കഴിയുന്നില്ല. എന്നാൽ ഹബക്കൂക്ക് പറയുകയാണ്, ഇത്ര വലിയ ദൈവം എന്നെയും രക്ഷിക്കുവാൻ ശക്തൻ തന്നെ. അതുകൊണ്ട് ഹബക്കൂക്ക് പറയുന്നു, ആ രക്ഷിക്കുന്ന ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ സന്തോഷത്തിൻ്റെ ഉറവിടം ധനമല്ല. യോബിൻ്റെ ജീവിതവും നമ്മളത് പഠിപ്പിക്കുന്നുണ്ട്. യോബിൻ്റെ ജീവിതത്തിൽ അതിൻ്റെ ആരംഭഘട്ടം ധനികനായിരുന്നു. അതിനുശേഷം ഒരു ധനമെല്ലാം നഷ്ടപ്പെട്ടു. പിന്നെ യഹോവയായ ദൈവം എല്ലാം അവൻ ഇരട്ടിയായി കൊടുക്കുന്നു. നോക്കണം, ഈ ഭൂമിയിൽ കാണുന്ന ധനങ്ങൾ അത് താൽക്കാലികമാണ്, അത് നഷ്ടപ്പെടുന്നു. എന്നാൽ പ്രൈസ് ദി ലോർഡ്, അതിൽ സന്തോഷിക്കുന്നവർ, പ്രൈസ് ദി ലോർഡ്, അവർ ധനം പോകുമ്പോൾ
ആരോഗ്യം പോകുമ്പോൾ ഒക്കെ ദുഃഖിക്കേണ്ടിയും വരും എന്നുള്ളത് കൊണ്ട് ഹബക്കൂക്ക് പറയുകയാണ്, ഹല്ലേലൂയ, എൻ്റെ സന്തോഷം ഹല്ലേലൂയ ധനത്തിലല്ല, പകരം എൻ്റെ ദൈവത്തിൽ. 4-ാം സങ്കീർത്തനത്തിലും അത് കാണുന്നുണ്ട്. സ്തോത്രം. 4-ാം സങ്കീർത്തനക്കാരൻ പറയുന്നത് ഇങ്ങനെയാണ്, സ്തോത്രം, ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലധികം സന്തോഷം. എന്നുവെച്ചാൽ ചിലർക്ക് ധാന്യത്തിലും വീഞ്ഞിലുമാണ് സന്തോഷം, എന്നാൽ അത് നഷ്ടപ്പെട്ടു പോകും. എന്നാൽ എൻ്റെ ദൈവത്തിൻ്റെ സന്തോഷം എൻ്റെ ഉള്ളിൽ തന്നാൽ, എനിക്ക് ലഭിച്ചാൽ അത് നഷ്ടപ്പെടുകയും. പ്രൈസ് ദി ലോർഡ്. അതുതന്നെയാണ് സ്തോത്രം ഫിലിപ്പിയ ലേഖനത്തിലും നമ്മൾ വായിക്കുന്നുണ്ട്. സ്തോത്രം. കാരാഗ്രഹ ലേഖനം എന്നാ പറയുന്നത്. കാരാഗ്രഹത്തിന്റെ അകത്തളത്തിൽ പോകുമ്പോഴും പൗലോസിന്റെ സന്തോഷത്തെ കെടുത്താൻ കാരാഗ്രഹത്തിന് കഴിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒരു ഭക്തന്റെ ജീവിതത്തിലെ വിശ്വാസ പ്രഖ്യാപനത്തിലൊരു പ്രഖ്യാപനമായിരിക്കണം, ധനം കുറയുമോ കൂടുമോ എന്നുള്ളതല്ല, എന്നെ രക്ഷിക്കുന്ന ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും, ഞാൻ ഉല്ലസിക്കും. രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണ്, പ്രൈസ് ലോർഡ്, യഹോവയായ കർത്താവ് എൻ്റെ ബലമാകുന്നു. ദൈവം ബലമായി തീരുക എന്ന് വെച്ചാൽ, സ്തോത്രം, ഈ ഭൂമിയിൽ ക്ഷീണിച്ചു പോകുന്ന, തളർന്നു പോകുന്ന, സ്തോത്രം, അനേക അനുഭവങ്ങൾ വരാം. സ്തോത്രം. പെട്ടെന്ന് ക്ഷീണിച്ചു പോകുക, പെട്ടെന്ന് ബലം നഷ്ടപ്പെട്ടു പോകുക. എന്നാൽ സ്തോത്രം, എൻ്റെ ബലഹീനതകളിൽ പോലും ബലമായി ബലം തരുന്ന എനിക്കൊരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ വിശ്വാസ പ്രഖ്യാപനത്തിലൊരു പ്രഖ്യാപനമാണ്, സ്തോത്രം, ദൈവം എൻ്റെ ബലമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അബ്രഹാമിനോട് ദൈവം പറയുന്നൊരു വാക്കുണ്ട്, ഞാൻ സർവശക്തനായ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മറിയയോട് ദൂതൻ പറയുന്നുണ്ട്, ദൈവത്താൽ അസാധ്യമായത് എന്താ ഉള്ളത്? ദൈവത്താൽ ഒന്നും അസാധ്യമല്ല. അപ്പോൾ സ്തോത്രം, ഹല്ലേലൂയ, നമ്മുടെ ദൈവം, ഹല്ലേലൂയ, സ്തോത്രം, സർവശക്തനായ ദൈവം. സ്തോത്രം. അവന് ഒന്നും അസാധ്യമല്ല. പ്രൈസ് ദി ലോർഡ്. നാം ക്ഷീണിക്കുമ്പോൾ, നാം ബലഹീനരാകുമ്പോൾ, സ്തോത്രം, നാം തളർന്നിരിക്കുമ്പോൾ അവൻ നമുക്ക് ബലമായി തീരും. സ്തോത്രം. ഹബക്കൂക്ക് പറയുകയാണ്, ഹല്ലേലൂയ, സ്തോത്രം, ദൈവം എൻ്റെ ബലമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് സ്തോത്രം, നമ്മൾ ഒരു ഭാഗം കൂടെ പറഞ്ഞാൽ, ദൈവം താഴ്വരകളെ എടുത്തു കളയുന്നില്ല. എങ്ങനെ താഴ്വരയിൽ നിന്ന് കയറാമെന്ന് പഠിപ്പിക്കും. പലപ്പോഴും നമ്മുടെ ഭക്തന്മാരുടെ ജീവിതം നോക്കിയാൽ താഴ്വരകളെ അവൻ എടുത്തു കളയുന്നില്ല, പക്ഷെ താഴ്വരയിലൂടെ അവരെ നടത്തുന്നത് അത്ഭുതകരമായി നടത്തുന്നു. അതിൻ്റെ അപ്പുറത്തേക്ക് അവരെ കടത്തുവാൻ ദൈവം സഹായിക്കുന്നു. ദാനിയേൽ സിംഹക്കുഴിയിൽ വീണപ്പോഴും സിംഹക്കുഴി മാറിയില്ല. യൂദാ ബാലന്മാർ തീക്കിലേക്ക് വീഴുമ്പോൾ തീ മാറിയില്ല. പക്ഷേ ഹല്ലേലൂയ, ദൈവത്തിൻ്റെ ശക്തി അവർ അനുഭവിച്ചറിഞ്ഞത് ആ തീച്ചൂളയ്ക്കകത്തും ആ സിംഹക്കുഴിയിലുമൊക്കെയാണ്. പ്രൈസ് ദി ലോർഡ്. പൊട്ടക്കുഴിയിലേക്ക് തന്നെ സഹോദരന്മാർ ഇട്ടുകളഞ്ഞ് മിസ്രൈമിലെ കച്ചവടക്കാർക്ക് വിറ്റുകളഞ്ഞിട്ടും, ഹല്ലേലൂയ, സ്തോത്രം, ജോസഫ് ദൈവത്തിൻ്റെ ശക്തി ആ മേഖലകളിലൊക്കെ അനുഭവിച്ചറിഞ്ഞു. എന്ന് വെച്ചാൽ താഴ്വരകൾ ദൈവം എടുത്തു കളയുന്നില്ല, പക്ഷെ ദൈവത്തിൻ്റെ, ഹല്ലേലൂയ, സ്തോത്രം, പദ്ധതി ഉള്ളത് അതിൽ നിന്ന് കയറുവാൻ അവൻ പഠിപ്പിക്കും. മാത്രമല്ല, സ്തോത്രം, അവൻ്റെ ശക്തി അനുഭവിച്ചറിയുവാൻ, സ്തോത്രം, ജനത്തെ ഇടയാക്കുന്നുണ്ട്. സ്തോത്രം. മൂന്നാമത്തെ അവൻ്റെ ഡിക്ലറേഷൻ, ഹബക്കൂക്കിൻ്റെ ഡിക്ലറേഷൻ, അവൻ എൻ്റെ കാൽ പേടമാൻ കാൽ പോലെയാക്കുന്നു, ഉന്നതികളിൽ മേൽ എന്നെ നടക്കുമാറാക്കുന്നു. എന്ന് വെച്ചാൽ, സ്തോത്രം, ഇവിടെ ഹബക്കൂക്ക് ഡിക്ലെയർ ചെയ്യുകയാണ്. അവൻ്റെ ഫെയ്ത്ത് ഡിക്ലറേഷനാണ്, അവൻ്റെ വിശ്വാസ പ്രഖ്യാപനമാണ് ഇവിടെ കാണുന്നത്. സ്തോത്രം, എന്നെ സ്റ്റേബിളായി ഞാനെല്ലാം നടത്തുവാൻ കഴിവുള്ള ഒരു ദൈവം. സ്തോത്രം. എൻ്റെ കാലുകൾ, ഹല്ലേലൂയ, സ്തോത്രം, സ്ഥിരതയുടെ മേഖലയിൽ നടത്തുവാൻ, ഉന്നതങ്ങളിൽ നടത്തുവാൻ ശക്തനായൊരു ദൈവം എനിക്കുണ്ട്. ഹല്ലേലൂയ. ഇതിൻ്റെ അർത്ഥം ഞാൻ പറയാം. സ്തോത്രം, ഈ ലോകത്തിൻ്റെ സിസ്റ്റം അനുസരിച്ചാണ് ഹബക്കൂക്ക് പോകുന്നതെങ്കിൽ ചിലപ്പോൾ, സ്തോത്രം, ഉന്നതിയിൽ പോകും, ചിലപ്പോൾ താഴ്വരയിൽ പോകും, ചിലപ്പോൾ എങ്ങുമില്ലാതെ പോകും. എന്നാൽ ദൈവം അവനെ, സ്തോത്രം, ഹല്ലേലൂയ,
ധനത്തിലോ ഈ ഭൂമിയിലെ ഒരു സിസ്റ്റത്തിലല്ല, അവൻ ദൈവത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ട് സ്തോത്രം സ്ഥിരമായ ഹല്ലേലൂയ സ്തോത്രം സ്ഥിരതയോടെ പോകുവാൻ, ഹല്ലേലൂയ ഉന്നതകളിൽ മേൽ നടക്കുവാൻ, ശ്രേഷ്ഠതയിൽ നടക്കുവാൻ, അതെല്ലാം ഇപ്പോഴും സാഹചര്യങ്ങൾ മാറുമ്പോഴും ഉള്ളപ്പോഴും ആ നിലവാരം തന്നെ കീപ്പ് ചെയ്യുവാൻ ഹല്ലേലൂയ എനിക്കിടയാകുന്നു എന്നുള്ളതാണ് അവൻ്റെ വിശ്വാസ പ്രഖ്യാപനം. 3 വിശ്വാസ പ്രഖ്യാപനത്തെ കുറിച്ചാണല്ലോ ഈ പ്രഭാതത്തിൽ നമ്മൾ ചിന്തിച്ചത്. 1 സ്തോത്രം, എൻ്റെ രക്ഷ ദൈവമായതുകൊണ്ട് എൻ്റെ സന്തോഷം കിട്ടുപോകുകയില്ല. ഹല്ലേലൂയ. എൻ്റെ ബലം ദൈവമായതുകൊണ്ട് സ്തോത്രം, ഹല്ലേലൂയ, എൻ്റെ ബലഹീനതയിൽ ഞാൻ ക്ഷീണിക്കത്തില്ല, അവിടെയും ഞാൻ ബലമുള്ളവനായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഉന്നതികളിൽ മേൽ എന്നെ നടക്കുമറാക്കുന്ന ദൈവമാകുന്നത് കൊണ്ട് പ്രൈസ് ദി ലോർഡ് എൻ്റെ കാലുകളിൽ ഇന്നും ഞാൻ ഉന്നതികളിൽ തന്നെ നിൽക്കും. ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, നിത്യനായ കർത്താവേ, ഹബക്കൂക്കിൻ്റെ വിശ്വാസ പ്രഖ്യാപനങ്ങളെ കുറിച്ച് ഞങ്ങൾ ഒരല്പം ചിന്തിച്ചു. കർത്താവേ, ഹല്ലേലൂയ, ആ ധ്യാനഭാഗത്തിൽ നിന്ന് ഞങ്ങൾ ഗ്രഹിക്കുവാനിടയായി തീർന്നത് സന്തോഷം, രക്ഷിക്കുന്ന ദൈവത്തിലുള്ള സന്തോഷം, ഏത് സാഹചര്യം രക്ഷിക്കുന്ന ദൈവത്തിലുള്ള സന്തോഷം. കർത്താവേ സ്തോത്രം, ദൈവം ബലമാകുമ്പോൾ സ്തോത്രം, അതെ, ഏത് ക്ഷീണാവസ്ഥയിലും കർത്താവേ സ്തോത്രം പ്രയാസപ്പെടാനില്ല എന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഉന്നതികളിൽ മേൽ അങ്ങ് നടക്കുമറാക്കുന്നത് കൊണ്ട് ഒരിക്കലും ഹല്ലേലൂയ സ്തോത്രം ഒരു ഫ്ലക്ച്വേഷൻ ഇല്ലാതെ ഹല്ലേലൂയ സ്തോത്രം സ്ഥിരതയോടെ നടക്കുവാൻ ഇടയാകുമെന്നുള്ളത്. കർത്താവ് ഈ നാളുകളിൽ കർത്താവിൻ്റെ ജനത്തെ ആ വചനം വെച്ച് അനുഗ്രഹിക്കണം. ഈ ലോകത്തിൻ്റെ ധനങ്ങൾ, ഈ ലോകത്തിൻ്റെ കർത്താവ് സിസ്റ്റമൊക്കെ അത് ഫ്ലക്ച്വേറ്റ് ചെയ്യുമല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. എന്നാൽ കർത്താവെ സ്തോത്രം, രക്ഷയിലിരിക്കുന്ന ദൈവത്തിൽ കർത്താവെ ആശ്രയം വെക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ബലം തരുന്ന ദൈവത്തിൽ ആശ്രയം വെക്കുമ്പോൾ, ഹല്ലേലൂയ, സ്ഥിരമായി ഉന്നതികളിൽ മേൽ നടക്കുമറാക്കും ദൈവത്തിൽ ആശ്രയം വെക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അവൻ ഒരിക്കലും ഭയപ്പെടേണ്ടി വരുന്നില്ലല്ലോ. സ്തോത്രം. ഈ ലോകത്തിലെ സിസ്റ്റങ്ങൾ മാറിമറിയുമ്പോൾ ഹബക്കൂക്ക് പറയുകയാണ്, എങ്കിലും ചിലതൊക്കെ നഷ്ടപ്പെട്ടു പോയാലും, ചിലതൊക്കെ ഉണ്ടെങ്കിലും ഒക്കെ ഹല്ലേലൂയ, എങ്കിലും ഹല്ലേലൂയ സ്തോത്രം, എൻ്റെ സന്തോഷം കെട്ടുപോകുകയില്ല, എൻ്റെ ഉല്ലാസം കെട്ടുപോകുകയില്ല, ഞാൻ ക്ഷീണിച്ചു പോകുകയില്ല. സ്തോത്രം. ഞാൻ ഹല്ലേലൂയ ഉന്നതികളിൽ മേൽ തന്നെ നിലനിൽക്കും. ആ നിലവാരത്തിൽ കർത്താവേ അങ്ങയുടെ ജനത്തെ നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് സ്തോത്രം. ജനത്തെ അനുഗ്രഹിക്കുന്നു. സ്തോത്രം. മഹത്വം അങ്ങയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ. ഗോഡ് ബ്ലെസ് യു.